നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. റാപ്പർ വേടൻ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്ന യുവതിയുടെ പരാതിയെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സാമ്പത്തികമായും ശാരീരികമായും വേടൻ തന്നെ ചൂഷണം ചെയ്യുകയായിരുന്നുവെന്ന് ഡോക്ടർ പരാതിയിൽ പറയുന്നു. 2021 ഓഗസ്റ്റിൽ കോഴിക്കോട് കോവൂരിലുള്ള ഫ്ളാറ്റിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയും പിന്നീട് വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം പറഞ്ഞ് 2023 മാർച്ച് വരെയും പലവട്ടം ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ. യുവ ഡോക്ടർ PG ചെയ്യുന്ന സമയത്ത് 2021 ഏപ്രിലിൽ വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളിയുമായി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുകയായിരുന്നു. വേടൻ ഇൻസ്റ്റാഗ്രാം വഴി പങ്കുവച്ച ഇന്റർവ്യൂകളും പാട്ടുകളും കണ്ട് ആകൃഷ്ടയായ യുവതി മെസ്സേജ് അയക്കുകയും പിന്നീട് ഇരുവരും ഫോണിൽ നമ്പറുകൾ കൈമാറുകയും തന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും വേടൻ പറഞ്ഞിരുന്നുവെന്നും യുവതി പരാതിയിൽ പറയുന്നു. പരിചയപ്പെട്ട ശേഷം പരസ്പരം ഫോണിൽ വിളിച്ചു. ഒരു ദിവസം ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് വേടൻ പറയുകയും തന്നെ നേരിൽ കാണാൻ വേണ്ടി തന്റെ ഫ്ളാറ്റിലേക്ക് വരികയും ചെയ്തുവെന്ന് യുവതി പറയുന്നു. ഉച്ചയോടെ വേടൻ യുവതി താമസിക്കുന്ന ഫ്ളാറ്റിലെത്തി ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കുകയും പിന്നീട് തന്നെ ചുംബിച്ചോട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തുവെന്നും യുവതി പറയുന്നു. താൻ അതിന് സമ്മതിച്ചുവെന്നും യുവതിയുടെ മൊഴിയിലുണ്ട്. ചുംബനത്തിന് ശേഷം വേടൻ തന്നെ കിടക്കയിലേക്ക് തള്ളിയിട്ട് സമ്മതമില്ലാതെ ബലാത്സംഗം ചെയ്തുവെന്നും യുവതി പറയുന്നു. ഇത് ചോദിച്ചപ്പോൾ വിവാഹം കഴിച്ചോളാമെന്ന് വേടൻ പറയുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. ഈ സംഭവത്തിന് ശേഷം 3 ദിവസം കഴിഞ്ഞാണ് വേടൻ യുവതിയുടെ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പിന്നീട് ഇരുവരും ബന്ധം തുടർന്നു. 2021 ഡിസംബറിൽ തന്റെ പുതിയ പാട്ട് ഇറക്കാൻ വേടൻ യുവതിയോട് 10,000 രൂപ ആവശ്യപ്പെടുകയും 2021 മുതൽ 2023 വരെ പലവട്ടമായി 30,000-ലധികം രൂപ നൽകിയിരുന്നുവെന്നും യുവതി പരാതിയിൽ പറയുന്നു. പലവട്ടം വേടന് യാത്ര ചെയ്യാനുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽകിയിരുന്നത് താൻ തന്നെയായിരുന്നുവെന്നും യുവതി പറയുന്നു. ഇതിന് മാത്രം 8,356 രൂപ സ്വന്തം കയ്യിൽ നിന്ന് ചിലവഴിച്ചുവെന്നും 2022 മാർച്ച് ജൂൺ മാസങ്ങളിൽ വേടൻ ദിവസങ്ങളോളം തന്റെ ഫ്ളാറ്റിൽ തങ്ങിയിരുന്നുവെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ 2022 ഓഗസ്റ്റിൽ കൊച്ചിയിൽ ജോലി പ്രവേശിച്ചു. കൊച്ചിയിൽ താമസിക്കുന്ന ഫ്ളാറ്റിൽ വേടൻ എത്തി ദിവസങ്ങളോളം താമസിച്ചിരുന്നുവെന്നും 2023 മാർച്ചിൽ വേടന്റെ കൂട്ടുകാരന്റെ കൊച്ചിയിലെ വീട്ടിൽ വെച്ചും തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും യുവതി പരാതിയിൽ പറയുന്നു. 2023 ജൂലൈ 14 കൊച്ചിയിൽ ഹോട്ടലിൽ സംഗീത നിശയിൽ പങ്കെടുക്കാൻ പോവുകയാണെന്നും വീണ്ടും വരാമെന്ന് പറഞ്ഞ് വേടൻ അവിടെ നിന്ന് മടങ്ങിയെന്നും എന്നാൽ പറഞ്ഞ ദിവസം വേടൻ തിരികെ എത്തിയില്ല എന്നും യുവതി പറയുന്നു. ഇതോടെ വേടന്റെ സുഹൃത്തുക്കളായ ഋഷി, ഡാപ്സി, അയൂബ് എന്നിവരെ വിളിക്കുകയായിരുന്നുവെന്നും യുവതി പറയുന്നു. വേടനോട് തന്നെ വിളിക്കാൻ അവരോട് പറയുകയും പക്ഷേ പിന്നീട് യുവതി വിളിക്കുമ്പോൾ അവർ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് റിപ്പോർട്ടുകൾ. ജൂലൈ 15 രാവിലെ യുവതിയുടെ ഫ്ളാറ്റിൽ വേടൻ എത്തിയെന്നും വേടന്റെ 3 സുഹൃത്തുക്കളോടൊപ്പമാണ് ഫ്ളാറ്റിൽ വന്നതെന്നും ദേഷ്യത്തോടെയാണ് വേടൻ പെരുമാറിയതെന്നും യുവതി പറയുന്നു. താൻ ടോക്സിക് ആണെന്നും മറ്റു പെൺകുട്ടികളുമായി സെക്സ് ചെയ്യാൻ വേടനെ അനുവദിക്കുന്നില്ല എന്നും വേടൻ സുഹൃത്തുക്കളോട് പറഞ്ഞുവെന്നുമാണ് യുവതിയുടെ ആരോപണം. തുടർന്ന് നമുക്ക് പിരിയാമെന്നും പറഞ്ഞ് വേടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തുവെന്നും യുവതി പറയുന്നു. ഉടനെ തന്നെ വേടനെ ഫോണിൽ കോൺടാക്ട് ചെയ്തപ്പോൾ സമാധാനമായി സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തുവെന്നും പലവട്ടം പിന്നീട് വിളിച്ചപ്പോൾ വേടൻ ഫോൺ എടുത്തില്ല എന്നും യുവതി പറയുന്നു. വേടൻ ബന്ധം അവസാനിപ്പിച്ച് പോവുകയാണെന്ന് മനസ്സിലാക്കിയ യുവതി പിന്നീട് മാനസിക സംഘർഷത്തിലേക്ക് പോകുകയായിരുന്നുവെന്നും ചികിത്സ തേടേണ്ടി വന്നുവെന്നും യുവതി പറയുന്നു. വേടൻ എന്നെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെയായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളെന്ന് യുവതി പറയുന്നു. എന്നാൽ ഇത് പുറത്ത് ആരെങ്കിലോടും പറഞ്ഞാലുണ്ടാകുന്ന ഭയം കൊണ്ടാണ് താൻ മൊഴി നൽകാൻ വൈകിയതെന്നും യുവതി വിശദീകരിക്കുന്നു. വേടൻ ദുരുപയോഗം ചെയ്തതായി യൂട്യൂബർ ചാനലിലൂടെ ഒരു പെൺകുട്ടി വെളിപ്പെടുത്തിയ പോസ്റ്റ് കണ്ടതിന് ശേഷമാണ് തനിക്കുണ്ടായ അനുഭവം വെളിപ്പെടുത്താൻ യുവതി ഇപ്പോൾ തയ്യാറായിരിക്കുന്നതെന്ന് പറയും. കൂടുതൽ അപ്ഡേറ്റിനെ കാത്തിരിക്കാം.